ഗൈസ് ഐ ക്യാൻ ടച്ച് ദിസ് വൺ. ഓ മൈ ഗാഡ്, ഇത് 8th സെഞ്ച്വറിയിൽ എഴുതിയതാണ് കേട്ടോ. സോ അതൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ട്. സി, ഓ മൈ ഗാഡ്. പിന്നെ ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ടച്ച് ചെയ്ത് നോക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് കല്ലിൽ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അന്ന് യൂസ് ചെയ്ത കുറേ സാധനങ്ങളാണ് കേട്ടോ. സോ what is this? ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെയാണ് അന്നത്തെ. ഓടിച്ചൊന്ന് ഞാൻ പെട്ടെന്ന് കാണിക്കാം കേട്ടോ. അക്സുമിത് കിങ്ഡം, എനിക്കറിയത്തില്ല എന്താ ഞാനത് പ്രൊണൗൺസ് ചെയ്യുന്നത് വരെ വെള്ളമാണോ എന്ന് അറിയത്തില്ല. അവർ യൂസ് ചെയ്ത ഇത് മിഡിൽ ഏജിലുണ്ടായിരുന്നതാണ് കേട്ടോ. ഗൈസ്, ഓ മൈ ഗാഡ്, ബ്യൂട്ടിഫുള്ളാ. ബിൽ ചർച്ചസ് ഇതൊക്കെയായിരുന്നു അന്നത്തെ. എത്യോപ്യ ഓർത്തഡോക്സ് ഏരിയ ആണെന്ന് അറിയാമല്ലോ. സോ ഇതൊരു ക്രിസ്ത്യൻ കൺട്രിയാണ്, ഓർത്തഡോക്സ് കൺട്രിയാണ് എത്യോപ്യ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഹിസ്റ്ററിയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ, ഓർത്തഡോക്സ്. പിന്നെ ഇത് ഇസ്ലാമിക് ചോയ്സസും കാര്യങ്ങളൊക്കെയാണ്. സോ അന്ന് അവർ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ദെൻ ദ സ്റ്റോൺ. അയ്യോ, ഇതൊന്നും വിശദീകരിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. ഞാനൊന്ന് ഓടിച്ചെല്ലാം ഒന്ന് കാണിക്കാം കേട്ടോ. ഓ മൈ ഗോഡ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇത് എങ്ങനെയാണിത് കളക്ട് ചെയ്തതെന്നൊക്കെ ഉള്ള ഒരു ഹിസ്റ്ററിയാണ് കേട്ടോ ഇവിടെ എഴുതിയേക്കുന്നത്. സോ നമ്മൾ ലൂസിനെ കണ്ടില്ലേ, ലൂസ് ഇവിടെയാണ് കേട്ടോ വരുന്നത്. കണ്ടോ, ഹൊമിനോയിഡിലാണ് ലൂസി വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ദ പ്ലേസ് ഓഫ് ഹ്യൂമൻസ് ഇൻ ദ നേച്ചർ, ആ ഒരു സംഭവത്തിനകത്താണ് നമ്മുടെ ലൂസി. ഈ ലൂസിയാനാണ് നമ്മളവിടെ കണ്ടത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആകെ കൂടി ഒരു അരമണിക്കൂറാണ് ഇതിനകത്തുള്ളത് കേട്ടോ. അപ്പോൾ അതിനകത്ത് വെച്ച് എല്ലാം അങ്ങനെ കവർ ചെയ്ത് പോകണം. എയർലി ഹ്യൂമനോയിഡിൻ്റെ ആണ്. ഏത് കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഇത് ഇവിടെ ഉള്ളത് സ്റ്റോൺസ് ആണ് കേട്ടോ. ഇതെല്ലാം കിട്ടിയിട്ടുള്ള സ്റ്റോൺസുകളാണ്.